ബൃഹത്നയോപായം ഒരു യോഗമുണ്ട്. അത് എങ്ങനെയെന്ന് വെച്ചാൽ മല, ജീരകം, ശുണ്ഠി ഇത്രയാണ് നയോപായം. 50 ഗ്രാം എടുത്തു. ഇതിനെ സമം സ്ഥിരമായിട്ടില്ല. ഇവൻ അങ്ങനെ ഏട്രിയൽ ഫിബ്രിലേഷൻ കൊടുത്താൽ 6 മാസം കഴിച്ചാൽ ഏട്രിയൽ ഫിബ്രിലേഷൻ മാറും. വളരെ സീക്രട്ടാണ്. എങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. മഹാനയോപായം കേട്ടാൽ ബലാജീരകം ശുണ്ഠിയാണ് നയോപായം. അതിന്റെ ഈക്വൽ ക്വാണ്ടിറ്റി നമ്മൾ ഓരോ പേര് ചേർത്തു വെച്ചിട്ട് പാൽക്കഷായമായിട്ട് വെച്ച് കഴിച്ചാൽ പാൽപിറ്റേഷൻ, ഏത് പാൽപിറ്റേഷനും കഴിക്കണ്ട. രാത്രി കിടക്കാൻ സമയത്ത് ബ്രഹ്മരസായനം ഒരു മാനസമെത്രവും ചേർത്ത് കൊടുക്കുക, കഴിക്കും. ഇനി ഒരു കോൺസെപ്റ്റ് കൂടെ ഹൃദ്രോഗത്തിൽ പറഞ്ഞിട്ട് ഞങ്ങൾ തീർക്കാം. എല്ലാ ഹൃദ്രോഗത്തിലും അർഷസിന്റെയും ഗുൽമത്തിന്റെയും പ്രിൻസിപ്പിൾ തൊട്ട് ചികിത്സിക്കണം. എല്ലാ അർഷസാണെന്ന് പറയുന്ന വൈദ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉന്മാദം അർഷസിന് പറയും, നെക്രോസിസും അർഷസിന് പറയും. എങ്കിലും അർഷസിലേക്ക് മൂടവാദ അനുഭവങ്ങളുള്ള ഒരു കോൺസെപ്റ്റ് ഇവിടെ നിന്ന് എടുക്കണം. വാദകപകരം കോട്ടത്തിലെ കഫമാണ് യോഗവാക്യം ഉള്ളത് ഗുൽമത്തിന് എടുക്കുന്നത്. തന്നെ ഞാൻ പറഞ്ഞത് വാദവിത്താഭ്യാം വിത്തകഭാഭ്യാം സന്നിവാദാഭ്യാം മൃദു ബഹുവാദ ശ്രേഷ്മാഭ്യാം ക്രൂര. അതുകൊണ്ട് എല്ലാ ചൂർണങ്ങളും കഫവാദകരമാണ് ഗുൽമത്തിൽ പറയുന്നത്. ഗുൽമം ഹൃദ്രോഗം പോലെ ഇരിക്കും. ഒരു സ്ഥാനമല്ലേ ഹൃദയം, ഗുൽമത്തിന്റെ സ്ഥാനമല്ലേ. 5 സ്ഥാനത്തിൽ ഗുൽമമാണ്, ഹൃദയം ഒരു സ്ഥാനമാണ്. അപ്പൊ ഗുൽമവും നിങ്ങൾ എഴുതുന്ന പുസ്തകത്തില് അർഷസിന്റെ ചെരുവിൽ വാല എഴുതാൻ എഴുതണം. പക്ഷെ നെയ്യൊന്നും വേണ്ട, അഭയാധിഷ്ഠവും കൊടുക്കാം ഹൃദയമായി. അപ്പൊ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഹൃദയത്തിൽ പറയാൻ ഒന്നുമില്ല. ഇനി വാദഹൃദ്രോഗം, പിത്തഹൃദ്രോഗം, കഫഹൃദ്രോഗം എന്ന് വെച്ചാൽ എന്തുവാണ്? അത് നമുക്ക് ഡിവൈഡ് ചെയ്യാം. മോഡേൺ മെഡിസിനിൽ എന്തുവാണ്? അതിന് ഒന്നാണ് എഴുതി. ഇസ്കീമിയാസ്, ബ്രാഡികാർഡിയാസ്, ഹൈപ്പോതൈറോയിഡ് കാർഡിയാക് സ്റ്റേറ്റ്സ്. കഫം ഇസ്കീമിയാസ്, IHD, bradycardias, all bradyarrhythmias, hypothyroidism producing cardiac change, low voltage ECGs. Atrial fibrillation, all tachycardias, atrial flutter, ventricular tachycardias നമ്മുടെ അടുത്ത് വളർന്നില്ല എങ്കിലും, mitral valve collapse, mitral stenosis, സങ്കുചിതം, സംസർവ്യാസ രഥസ്രാവ സ്വാദ ബോധവേദനം, സംഘ അംഗഭംഗ സങ്കോച, mitral stenosis, പ്രതിലോമം, mitral regurgitation, പിത്തഹൃദ്രോഗമൊന്നുമില്ല, acidity, endocarditis. ഇതിലെല്ലാം atrial stenosis, atrial fibrillation എല്ലാം ചെറിയ കണക്കുകളെ കൊണ്ട് ഇപ്പോൾ പറയാം. വിശപ്പ് വന്നോ? കഴിച്ചിട്ട് പഠിച്ചാൽ നന്നായിരിക്കും അല്ലേ? അങ്ങനെയാ തോന്നുന്നത്. കുറച്ച് ഇനി അടുത്ത സ്റ്റേജ് കുറച്ചുകൂടെ കഠിനമാണ്. ഹാർട്ട് മർമേഴ്സ് ആണ് അടുത്ത സ്റ്റേജ്. അതുകൊണ്ട് കുറച്ച് കഷ്ടമാണ് അത്. വാദം എന്ന് പറഞ്ഞാൽ വാദവിത്തം എന്ന് എടുക്കണം. കഫം എന്ന് പറഞ്ഞാൽ കഫവാദം എന്ന് എടുക്കണം. വാദം യോഗവാദിയാണ് ഹൃദയത്തിൽ എഴുതിയിട്ടുള്ളത്. വാദത്തിൽ കൊടുക്കുന്നത് വിത്തത്തിൽ കൊടുക്കാം. വാദം വാദവിത്തം, കഫം കഫവാദം. എല്ലാ സർക്കുലേഷൻ വാദം, എല്ലാത്തിനും സർക്കുലേഷൻ വാദമുണ്ട്. വാദം വാദവിത്തമായിട്ട് എടുക്കണം, അല്ലെങ്കിൽ കഫം കഫവാദമായിട്ട് എടുക്കണം. വിരാരിയാദി വാദത്തിനും കൊടുക്കാം, വാദവിത്തത്തിനും കൊടുക്കാമല്ലോ. ലക്ഷ്മണാദി വാദത്തിനും കൊടുക്കാം, വാദകഫത്തിനും കൊടുക്കാമല്ലോ. അങ്ങനെയാണ്. കുറച്ച് സ്പീഡ് കുറയ്ക്കാൻ ഞാൻ ശ്രമിക്കാം. ഞാൻ ആ ലെവലില് കുറച്ചുകൂടെ 2-3 ക്ലാസ് ആകുമ്പോൾ എനിക്ക് ഒരു ശമനം കിട്ടും. നമ്മുടെ 4 to 5 corners information are revealing. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയുന്നു. കഴിഞ്ഞ ഹൃദയരോഗം കഴിഞ്ഞു. ഇനി എടുക്കേണ്ടത് വാദശോഭം, കാർഡിയാക് ഫെയിലിയർ. അടുത്ത ക്ലാസ് ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിട്ട് we will talk about failures, we will talk about mitral stenosis, regurgitation, blood pressure.
ഇതോടെ ശത്രുരോഗം തീരും. ഇതിലെ ഇതുവരെ എടുത്തതിൽ എന്ത് സംശയം ഉണ്ടെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും ചോദിച്ചോളൂ. മനസ്സിലാക്കാതെ ഇവിടെ നിന്ന് പോകരുത് പ്ലീസ്. സ്പീഡാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ തിരിച്ചും പറയാം. എന്ത് വേണമെങ്കിലും ബ്ലോക്സ്, ബ്ലോക്സ് എല്ലാം കടരസം ഹൃദയം കൊണ്ട് ചികിത്സിക്കേണ്ടതാണ്. മധുരരസം ഹൃദയം, അമ്ലരസം ഹൃദയം, കടരസം ഹൃദയം. പിന്നെ അടുത്ത കണക്ക് അമ്ലരസം ഹൃദയം പ്രിവെന്റീവ് ആണ്. എല്ലാം ആന്റി ഓക്സിഡൻസ്, വൈറ്റമിൻ സി, ബയോഫ്ലേവനോയിഡ്സ്, അമ്ലോ ഹൃദയമാണ്, അത് പ്രിവെൻഷൻ ആണ്. മധുരരസം ഹൃദയം വാതപിത്തമാണ്, വികാരാദികളും പുഷ്പമാണ്. കടരസം ഹൃദയം ലശുനാദി, രസോലാരക്തം, കർത്തൂരിക, റെഡ് വൈൻ, ബ്രാൻഡി, ദ്രാക്ഷാരസം നല്ലതല്ലേ? മനസ്സിലായി ഞാൻ പറഞ്ഞത്? അമ്ലം ഹൃദയമാണ്, പ്രിവെന്റീവ് ആണ്. മധുരരസം ഹൃദയം വികാരാദിക്കണം, കടരസം ഹൃദയം ലശുനാദിക്കണം. ശരിക്കും പറഞ്ഞാൽ മൂലസിദ്ധാന്തമാണ് ടേസ്റ്റ്. കായ ചികിത്സ, there is nothing called കായ ചികിത്സ. കായ ചികിത്സയിൽ ഒന്നും ഇല്ലവേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ കണക്കുകളില്ലെങ്കിൽ ഏത് കായ ചികിത്സ? ഈ രസവും ഗുണം വെച്ചിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതിലെ കായ ചികിത്സ. ചികിത്സാ സ്ഥാനത്തിൽ ഒന്നുമേ ഇല്ല. ചികിത്സാ സ്ഥാനം ഒരു സൂപ്പർ മാർക്കറ്റാണ്. നിങ്ങൾ കയറുന്ന ആവശ്യമുള്ളത് വാങ്ങിക്കുന്നു, ബിൽ പേ ചെയ്ത് പുറത്തു വരുന്നു. മൂലസിദ്ധാന്തം അങ്ങനെയല്ല, ലൈസൻസാണ്. ഈ കണക്കല്ലേ എന്ത് ടേസ്റ്റ്? വാതപിത്തശമനം, മധുരരസം വാതപിത്തശമനം, ശീതവീര്യം വാതപിത്തശമനം, ശീതവീര്യം സ്തംഭനം, ഫിബ്രിലേഷൻ നീഡ് സ്തംഭനം, ശീതവീര്യം സ്തംഭനം. കണക്കല്ലേ? ഇവിടെ ശീതവീര്യം കൊടുക്കും, ഓൾറെഡി സ്തംഭനമാണ്. കടരസം ശ്രോതോശ്രോതനം, സ്റ്റുമുലൻ, ഇവിടെ കടു കൊടുക്കുന്നു, ഇവിടെ ശീതം എടുക്കുന്നു, വികാരാദി, വാതപിത്തശമനം ശീതമാണ്. എന്തുകൊണ്ട് ശീതം? ഇവിടെ എല്ലാം എക്ടോപിക്സാ, അവിടെ സ്തംഭനം ചെയ്യണം. ബ്ലോക്കേഴ്സ് അവർ എന്ത് കൊടുക്കുന്നത്? ബീറ്റാ ബ്ലോക്കേഴ്സ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ അലോപതി ആൻഡ് ആയുർവേദ ആർ സെയിം. It depends on your understanding. Shida Stambhana, you give Stambhana here. Hridravam Stambhana, here already Stambhana, you do Svedana. കഫവാദത്തിൽ ഒരു സ്വേദമല്ലേ ചെയ്യുന്നത്? ഉന്മത്തിൽ അഗ്രഹി ചെയ്യുന്ന സ്വേദമല്ലേ? പക്ഷെ ഹൃദ്രോഗത്തിലെ സ്വേദം കോൺട്രാൻഡിക്കേറ്റഡാണ്, ഉന്മത്തിൽ ചെയ്യുന്നു. അപ്പൊ എന്തുകൊണ്ടെന്ന് ആലോചിക്കണം. ഒരുപാട് കണക്കുകളായി, ഒരുപാട് മാറ്ററായി. ഇവിടെ നിരത്തിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും തുടങ്ങണം. സംശയം എങ്ങനെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത്രയും എടുത്തില്ല. ഇനി അടുത്ത ക്ലാസ് വളരെ കഠിനമാണ്. മർമേഴ്സ് ആണ് അടുത്തത്. ഇങ്ങനെ നമ്മൾ കാണാതെ പഠിച്ച് വരുന്നവർക്ക് എത്ര ക്ലാസ് ആദ്യമൊക്കെ കഷ്ടമായിരിക്കും. Because I am against biology. Okay, how comes the blood? And the blood is received by blood vessels all over the body. Now we have two components in this. One is pumping, that is related to Vata. The pumping can alter systolic. If you walk, it will be altered. If you run, it will be altered. If you smoke, it will be altered. But the resistance offered by the vessels against the flow is not altered. That is more comfortable. Systolic is Vata, diastolic is Kapha. So hypertension is basically a problem of Vata Kapha like any other heart disease. Pumping, resistance. The resistance is not a day-to-day phenomenon. It's a slow 10th year, 20th year, 30th year, 40th year, then you have 100. If you walk, systolic increases. Systolic is Ashugari. Diastolic is Chiragari. Anything which is Adagari, Ashugari is Vadavittaja. Anything which is Chiragari is Vata. Then all these things. Heart rate, 72 per minute.
Heart pumps so much of blood, volumes, liters. Contractability, again autonomic nervous system. Heart receives 100 ml, suppose. It gives 50 ml back. That is called EF, ejection fraction. Very important. In echo, if you see any echo, you should see what is the EF, ejection fraction. An ejection fraction greater than 55 is desirable. Next. It is complicated. Now you have vagus pathway, 9th and 10th nerve. That increases the carotid sinus, there is increase of BP. And it is adrenaline and non-adrenaline, which are called as catecholamines, which are produced by sympathetic activity, which produces contraction of blood vessels and thus increases blood pressure. So blood pressure is related to sympathetic overactivity, blood pressure is related to stress and anxiety. The heart is controlled from higher centers, vascular centers, lower cranial centers. Next. Now there is another mechanism. Blood pressure is controlled by kidneys also. You simply understand all these things are, I can talk, there is no time. So you understand kidneys are related to various functions. Kidneys, the pH of the blood decided by liver and kidneys. Blood production, erythropoietin, decided by kidneys. Removing toxins, function of kidney. Next. There is a mechanism called the renin-angiotensin-aldosterone mechanism. There are two renins. One is in the digestive system. This is renin. The renin is produced from kidneys. It converts angiotensin 1 into angiotensin 2. The angiotensin 2 is a vasoconstrictor. It further produces a hormone called aldosterone. The aldosterone produces water retention. Thus it increases blood pressure. Simply you understand, kidneys also increases. Kidneys also are also related to blood pressure. Regulation, aggravation. Next. Now how to see BP? I will teach you how to check BP properly. Many people do not know. Come. You are coming, okay. Only go chair it over. So I prefer right hand BP. But the text says you should check BP in the ini. ചിലർ പറയും ഇതാണ് സെന്റർ, അങ്ങനെയല്ല. ഇങ്ങനെ നോക്കി അറിയാൻ നിങ്ങൾക്ക് ബ്ലാഡർ അകത്തുള്ള ഒരു ചെറിയ പൈപ്പ് പോലത്തെ സാധനം. ഈ സെന്റർ ഓഫ് ദി ബ്ലാഡർ ഷുഡ് ലൈ ഓവർ ദി ബ്രേക്കിയൽ ആർട്ടറി. ഇതാണ് ബ്രേക്കിയൽ ആർട്ടറി. The tip of the bladder should be 3 cm away from the cubital fossa. ഇവിടെയാണ് നമ്മൾ കട്ടേണ്ടത്. ഇത് സെന്റർ. ഇങ്ങനെ വെക്കണം. ഇതാണ് കറക്റ്റ്. വലിച്ചു പിടിച്ച് കട്ടരുത്. I have seen 90% of the doctors make mistake in tying down the. ഇതാണ് കറക്റ്റ്. പറയൂ പോയിന്റ്സ്. സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് അല്ലേ? സ്റ്റുഡന്റ് അല്ലേ? Then
Center of the bladder should lie over. Strength നോക്കുമ്പോൾ ഇങ്ങനെ എക്സിന് ഉള്ളത് നമ്മുടെ കണ്ണിന്റെ നേരെ ഇരിക്കണം. ചിലർ ഇങ്ങനെ വയ്ക്കും. അങ്ങനെ വയ്ക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ എക്സ് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കണം. ഇങ്ങനെ വയ്ക്കണം. ചിലർ ഇങ്ങനെ വെച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ബോധമിട്ട് രണ്ട് സൈഡും കറോട്ടിൽ ബ്ലാക്കായി തീർന്നല്ലേ. കറോട്ടിൽ എക്സാം ചെയ്യുമ്പോൾ ഒരു കൈ കൊണ്ട് കൊണ്ട് തന്നെ ചെയ്യണം. രണ്ട് കൈ കൊണ്ട് ചെയ്താൽ ഫെയിലാണ്. അതെ, ഒരു കൈ കൊണ്ട് തന്നെ ചെയ്യണം. അവിടെ നമുക്ക് ആസ്കൾട്ടേറ്റ് ചെയ്യാം. കറോട്ടിഡ് ബ്രൂയിൽ. പിന്നെ ആദ്യം പാൽപേറ്ററി മെത്തേഡിൽ ഒന്ന് നോക്കുക. ദിസ് ഈസ് പാൽപേറ്ററി മെത്തേഡ്. നമ്മൾ എന്തുകൊണ്ട് ഇത് നോക്കുന്നു? അത് ശരി, വേറെ എന്തിനു വേണ്ടി നോക്കുന്നു? 200 വരെ കയറ്റണം. Suppose we are there is a condition called auscultatory gap. 160 ഒരു ബീറ്റ് കിട്ടും, 140 ഒരു ബീറ്റ് കിട്ടും. പിന്നെ 120 മുതൽ ബീറ്റ് റെഗുലർ ആയിരിക്കും. 80 ബീറ്റ് മാറും. നമ്മൾ 200 വരെ കയറ്റിയില്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ടുള്ള ബേബി പറയും. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും 200 വരെ കയറ്റണം. ഇത് തടിച്ച ആൾക്കാർക്ക് ഈ കഫ് യൂസ് ചെയ്യരുത്. നമുക്കും ഇത് കയറ്റി പിടിക്കും. അതിന് ഈ തുണി കൊണ്ടുള്ള കഫ് തന്നെ കെട്ടണം, ഇല്ലെങ്കിൽ തെറ്റ് വരും. ഇത് തന്നെ കാറ്റ് വരും. എന്നിട്ട് അത് പൊട്ടിപ്പോകും. നമ്മൾ പറയും അവരെ തന്നെ കൈകൊണ്ട് പിടിക്കാൻ പറയും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആയുർവേദ ഡോക്ടർമാർ മിടുക്കന്മാരാണ്. ഒരു രക്ഷയില്ല. അവരെ അല്ല, അവരെ ഹസ്ബൻഡെ പിടിക്കാൻ പറയും. ശീലമുണ്ട് എന്നെ പിടിച്ചുകൊണ്ടെന്ന് പറയും. ഇവനിങ്ങനെ പൊട്ടിക്കൊടുക്കും. ഇവിടെ ഒരു ലീക്ക് കാണും ശരീരത്തിലേക്ക്. ഇവൻ കഫ് മാറ്റത്തേ ഇല്ല, സർവീസിങ് ചെയ്തില്ല. അങ്ങനെ കേട്ടി വരുമ്പോൾ ഇവൻ ടപ്പ് പോകും. അതുകൊണ്ട് നുണ പറയാതിരിക്കുന്നതാ ബുദ്ധി. ഒരു ചെറിയ കുട്ടി എന്റെ അടുത്ത് വന്നു, നല്ല മിടിക്കുക. അവർ പ്രൊഫസറുടെ മോളാ. ഞാൻ പണ്ടേ പറഞ്ഞത്. അവരെ എന്റെ കൈ തന്നു. അതെങ്ങനെ നോക്കി ഞാൻ നാടി നോക്കുമ്പോൾ, നാടി എനിക്ക് വലിയ വിശ്വാസമില്ലെങ്കിലും ഞാൻ നാടി നോക്കുമ്പോൾ നമ്മൾ വീട്ടിലുള്ള പല കാര്യങ്ങളും ആലോചിക്കാൻ സമയം കിട്ടും. ഒരു 150 കോപ്പി നോക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ മോളെ അവിടെ പോയിട്ടുണ്ട്, പാരസെറ്റമോൾ വാങ്ങിക്കാൻ പറഞ്ഞു, ഹാർലിക്സ് വാങ്ങിക്കാൻ പറഞ്ഞു, ഹാർലിക്സ് വില്യർ വാങ്ങിക്കണം. അത് കഴിഞ്ഞിട്ട് ഇന്റർനെറ്റിലെ ഇമെയിൽ ആയിട്ടാണ് മെഡ്രാസ് സെന്ററിനെ സെൻട്രാസ് കൊണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും സ്വബോധത്തിന് വരും. അതിനുവേണ്ടി നാടി പിടിക്കുന്നത് ഒരു ആശ്വാസം, ഒരു ആസ്കൾട്ടേറ്ററി ഗ്യാപ്പ് പോലെ നമുക്ക് ഇത്തിരി ആശ്വാസം കിട്ടും. ആ സമയത്ത് ഒരു കുട്ടി എടുത്ത് പറഞ്ഞു, കുഴപ്പമില്ല, എല്ലാം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. കുട്ടി പറഞ്ഞു, എങ്ങനെ? എനിക്ക് ഈ കയ്യിലെ പൾസ് എനിക്ക് സബ്സ്ക്രൈബിങ് ബ്ലോക്ക് അല്ലേ, അതിനുവേണ്ടിയല്ലേ ചികിത്സയ്ക്ക് വന്നതിന്. അന്നാ ഞാൻ മനസ്സിലാക്കിയത് നുണ പറയാൻ പാടില്ല, ഇന്നും സത്യം പറയുന്നതാ രക്ഷ, ഇല്ലേ? ചിലര് വാദവിത്തൊക്കെ വന്നു റേഡിയൽ ട്യൂബറാസിറ്റിയില്. ഈ ഫാരിനേഷനൊക്കെ നാടി ഭയങ്കര ഇഷ്ടമാണ്. അത് വെച്ച് അവർ കാശ് ഉണ്ടാക്കുന്നു. പട്ട് തുണി ഇടും. Because woman during menstrual period, this fellow doesn't want to touch. പഴയ ആചാരങ്ങൾ. വലത്തെ സൈഡ് ശിവൻ, ഇടത്തെ സൈഡ് പാർവതി. ഇത് ഇടം, അത് പെൺകളം. ശിവശക്താവിത്വം. ഇങ്ങനെ നോക്കും. മലം പോകാൻ ഇത്തിരി പ്രയാസമുണ്ടല്ലേ? 60 വയസ്സിൽ യാർക്കായാലും സത്യയിലൊക്കെ വേദനയുണ്ടല്ലേ? This foreigner will come and see, this doctor has predicted correct. His pulse examination is phenomenal. നമ്മുടെ മലം പോകുന്നില്ല, അത് പുള്ളി പറയും. ഹിസ്റ്ററി ചോദിച്ചാൽ മതി. വിശപ്പില്ല, അതും പുള്ളി പറയും. നടുവേദന ഉണ്ട്, അതും പുള്ളി പറയും. തലവേദന ഉണ്ട്, അതും പുള്ളി പറയും. ഇങ്ങനെ നാടി നോക്കിയിട്ട് കോമൺ ബൈറ്റായിട്ടുള്ള ഒരു ചെറിയ സ്റ്റോൺ ഉണ്ടല്ലോ എന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞവരുണ്ടോ? ബുക്ഷിയാരി സിൻഡ്രോം ആണ്, ബോട്ടിൽ വൈനിന് ഒരു ചെറിയ ക്ലാട്ട് ഉണ്ടെന്ന് പറയുന്നവരുണ്ടോ?
അപ്പൊ നാടിയിൽ നമ്മൾ പറയുന്നതെല്ലാം പേഷ്യന്റ് പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ കല്യാണ പത്രിക കൊടുക്കാൻ പോകും വീട്ടിലെ. കല്യാണം, എനിക്ക് കല്യാണമാണ് സാർ, എങ്ങനെയെങ്കിലും പറയണം. എന്നാ കല്യാണം? അതിലുണ്ട്. എവിടെ വെച്ചാ കല്യാണം? അതിലുണ്ട്. ഡേറ്റ് എപ്പോഴാ? അതും അതിലുണ്ട്. മുഹൂർത്തം എപ്പോൾ? അതുമുണ്ട്. വെള്ളിയാഴ്ചയാണോ? അതെ, അന്ന് എനിക്ക് സൗകര്യമില്ലല്ലോ. ഓരോ ആളുകൾക്ക് പത്രിക കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ കല്യാണത്തിൽ ഞാൻ അങ്ങനെയാ മനസ്സിലാക്കിയത്. വീട്ടിലോട് 500 പേരെ വീട്ടിൽ പോയി കേട്ടു. എന്നാ കല്യാണം? അതിലുണ്ട്. പെണ്ണിന്റെ പേര് അതിലുണ്ട്. എവിടെ അതുമുണ്ട്. മുഹൂർത്തം അതുമുണ്ട്. അയ്യോ, എനിക്ക് കാണാൻ പറ്റും. 500 പേരെടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അവിടെ കല്യാണത്തിൽ ഞാൻ കാണത്തില്ലല്ലോ. കല്യാണത്തിൽ ഞാൻ കാണണ്ടേ? ഒരാളെ പറഞ്ഞ ഈ സംസാരിക്കുന്നവർക്ക് ഞാൻ അവരടുത്ത് സ്പീച്ച് കൊടുക്കാൻ പോയി, ആയുർവേദന. ഇപ്പൊ എനിക്ക് സ്പീച്ച്, ഞാൻ ആ ലിറ്ററേച്ചർ ഒരുപാട് സംസാരിക്കും, തമിഴ് ലിറ്ററേച്ചർ എല്ലാം ഞാൻ സംസാരിക്കും. സാർ ഫാമിലി. അപ്പൊ ഒരു പയ്യൻ അന്ന് പറഞ്ഞു ഒരു 1/2 കിലോ വെണ്ണ വാങ്ങിച്ചുകൊണ്ട് വന്നു. സാർ യാരോ പറഞ്ഞു ഈ തമിഴ് ബ്രാഹ്മിൻസിന് വെണ്ണ വലിയ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേല്ലോ, നിങ്ങൾ കഴിക്കുന്ന ഫുഡ് തന്നെ ഞാൻ കഴിക്കും. ഇല്ല സാർ, ഈ സ്വയം എന്നൊക്കെ ഗുണം തന്നെ ഇറങ്ങിയത് തന്നെ സാർ കഴിക്കണം. അപ്പൊ ക്ലാസ് ഗംഭീരമായി, ക്ലാസ്സിലേക്ക് ഞാൻ കാണത്തില്ല. അങ്ങനെയല്ലേ? അതുകൊണ്ട് ഫാബ്രിക്കേറ്റ് നോക്കിയേ പറ്റും. സപ്പോസ് നമുക്ക് 200 ഒരു സൗണ്ട് കിട്ടി, ഇങ്ങനെ കുറച്ച് 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 വരുന്നു. അവൻ 0 വരെ കിട്ടി. ഡയസ്റ്റാറ്റിക് എവിടെ കിട്ടി? അതെന്റെ ഡയഗ്നോസിസ് ആണ്, അയോട്ടിക് റീഗർജിറ്റേഷൻ. വേറെ ഒന്നും വേണ്ട മനസ്സിലാക്കാൻ. 0 വരെ ടപ്പ് ടപ്പ് ടപ്പിന് അടിച്ചുകൊണ്ടിരുന്നാൽ അയോട്ടിക് റീഗർജിറ്റേഷൻ എന്ന് മനസ്സിലാക്കുക. ഈ സ്ട്രെത്ത് 75 150 രൂപയുടെ സ്ട്രെത്ത് നമുക്ക് മതി. സ്ട്രെത്ത് ഇങ്ങനെ കാതിൽ വെക്കുക. ഒൺസിനരി ഒരു ചെറിയ കുണ്ടൂസി വെച്ചിട്ട് ഈ ഇയർ പീസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഒരു കുപ്പി ഹൈഡ്രജൻ പെറോക്സൈഡ് വാങ്ങിച്ചു വെച്ചിട്ട് ഇയർ പീസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ ഇവിടെ ഒരു ഹോളുണ്ട്, ഒരു കുണ്ടൂസി വാങ്ങിച്ചിട്ട് എന്നും ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ കുത്തി വിടുക. ഇതിന്റെ പേരാണ് വെൽറ്റ്. അല്ല, ഡസ്റ്റ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഏറെ വേണം. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം, എല്ലാ തിങ്കളാഴ്ചയും ഒരു കുണ്ടൂസി എടുത്തിട്ട്, മറ്റ് ഊശി കൊണ്ടില്ല, കുണ്ടൂസി ഇതിന്റെ അകത്ത് പോകത്തില്ല, ഊശി വെച്ചിട്ട് ഇങ്ങനെ വല്ലാതെ വളരെ നല്ലതാണ്. കൈ കൊണ്ട് ഇങ്ങനെ തുടച്ചു വിടുക. ഇത് ചെയ്യണം. എന്ത് ചെയ്യാമ്പോൾ ഉറങ്ങിപ്പോയില്ലേ? ശരി, ഉറക്കം